എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശാസ്ത്രലോകം വളരെയധികം പ്രാധാന്യം നൽകി പഠന വിഷയമാക്കുന്ന ഒന്നാണ് തമോഗർത്തങ്ങൾ അഥവാ ബ്ലാക്ക് ഹോളുകൾ. ബ്ലാക്ക് ഹോളുകളെക്കുറിച്ചുള്ള പഠനങ്ങൾ എത്ര പ്രാധാന്യമുള്ളതെന്നാൽ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയും പരിണാമവും മുതൽ ഡാർക്ക് മാറ്റർ പോലുള്ള കോസ്മിക് മിസ്റ്ററികളെക്കുറിച്ചുള്ള അറിവുകൾ നമ്മിലേക്ക് എത്തിച്ചേരുവാനായി തമോഗർത്തങ്ങളെക്കുറിച്ചും അത് പുറത്തുവിടുന്ന ഗുരുത്വാകർഷണ തരംഗങ്ങളെക്കുറിച്ചുമുള്ള പഠനങ്ങൾ കൂടിയേ മതിയാകുകയുള്ളൂ. 1915 കാലഘട്ടം ആൽബർട്ട് ഐൻസ്റ്റൈൻ തൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എമർജ് ചെയ്തു വരുന്ന കാലഘട്ടം. അങ്ങനെ ആൽബർട്ട് ഐൻസ്റ്റൈൻ പബ്ലിഷ് ചെയ്ത ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ആദ്യത്തെ യഥാർത്ഥ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് 1916 കാൾ ഷ്വാർസ്ചൈൽഡാണ്. അങ്ങനെ ഇതിനെ തുടർന്ന് ഗുരുത്വാകർഷണം എന്നത് ന്യൂട്ടൺ പറഞ്ഞതുപോലെ ഒരു ഫോഴ്സ് അല്ല എന്നും മറിച്ച് മാസും എനർജിയും സ്പേസ് ടൈമിൽ ഉണ്ടാക്കുന്ന ഒരു കർവേച്ചറുമാണെന്നുള്ള കണ്ടെത്തലുകൾ നടക്കുന്നു. അങ്ങനെ ഐൻസ്റ്റൈൻ്റെ ഈ വർക്കുകളെ പിന്തുടർന്നു പോയ ഷ്വാർസ്ചൈൽഡാണ് ആദ്യമായി മാത്തമാറ്റിക്കൽ പ്രെഡിക്ഷനുകൾ ഉപയോഗിച്ച് നമ്മുടെ പ്രപഞ്ചത്തിൽ പ്രകാശത്തെപ്പോലും പുറത്തുവിടുവാൻ സാധിക്കാത്ത അത്രയും ഗുരുത്വാകർഷണം നിലനിൽക്കുന്ന ഭാഗങ്ങൾ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായി കാണാമെന്നുള്ള ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഷ്വാർസ്ചൈൽഡ് ബ്ലാക്ക് ഹോളുകൾ എന്ന് വിളിക്കുന്നത്. പിന്നീട് 1960കളിൽ അമേരിക്കൻ ഫിസിസിസ്റ്റായിരുന്ന ജോൺ വീലർ നടത്തിയ പഠനങ്ങൾക്ക് ശേഷമാണ് ബ്ലാക്ക് ഹോളുകൾ ഒരു യഥാർത്ഥ വസ്തുവായി ശാസ്ത്രലോകം അംഗീകരിച്ച് നൽകുന്നതും. പക്ഷേ ഈ പഠനങ്ങളുടെ എല്ലാം പ്രത്യേകത ഇവയ്ക്ക് ഒരു ഉത്തരം മാത്രമായിരുന്നില്ല ലഭിച്ചിരുന്നത്. രണ്ടാമതായി മറ്റൊരു വിപരീത ഉത്തരം കൂടിയുണ്ടായിരുന്നു. സാധാരണ നമ്മോട് ആരെങ്കിലും 25ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ് എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന ഉത്തരം 5 എന്നായിരിക്കും. പക്ഷേ എന്നാൽ 25ൻ്റെ സ്ക്വയർ റൂട്ട് 5 മാത്രമായിരിക്കുമോ? -5ഉം 25ൻ്റെ സ്ക്വയർ റൂട്ട് തന്നെയാണ്. ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബ്ലാക്ക് ഹോളുകൾ മാത്രമായിരുന്നില്ല നമുക്ക് ലഭിച്ചത്, അതിൻ്റെ ഒപ്പം തന്നെ ഒരു വൈറ്റ് ഹോളും കൂടിയായിരുന്നു. എന്താണോ ഒരു ബ്ലാക്ക് ഹോൾ, അതിന് നേരെ വിപരീത സ്വഭാവം കാണിക്കുന്ന ഒന്നായിരുന്നു ഒരു വൈറ്റ് ഹോൾ. ബ്ലാക്ക് ഹോളുകൾ എല്ലാത്തിനെയും ആകർഷിക്കുകയാണെങ്കിൽ വൈറ്റ് ഹോളുകൾ എല്ലാത്തിനെയും പുറത്തുവിടുകയായിരുന്നു. ബ്ലാക്ക് ഹോളുകളുടെ ഇവൻ ഹൊറൈസൺ താണ്ടിക്കഴിഞ്ഞാൽ പ്രകാശത്തിന് പോലും പുറത്തു വരുവാൻ സാധിക്കുകയില്ല എങ്കിൽ വൈറ്റ് ഹോളുകളുടെ ഉള്ളിലേക്ക് പ്രകാശത്തിൻ്റെ വേഗതയിൽ പോലും നമുക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നതായിരുന്നു. ബ്ലാക്ക് ഹോളുകളുടെ മധ്യത്തിൽ ഇരുട്ടാണെങ്കിൽ വൈറ്റ് ഹോളുകളുടെ മധ്യത്തിൽ അത് പ്രകാശത്തെ പുറത്തുവിട്ടുകൊണ്ടിരിക്കും. അങ്ങനെ പൂർണ്ണമായും സ്വഭാവത്തിൽ ബ്ലാക്ക് ഹോളുകൾക്ക് നേരെ വിപരീതമായിരിക്കും ഒരു വൈറ്റ് ഹോൾ. 1935 ആൽബർട്ട് ഐൻസ്റ്റൈനും നഥാൻ റോസനും ചേർന്നുള്ള കൂടുതൽ പഠനങ്ങൾ ഒരു പ്രത്യേകതരം വോം ഹോളുകളുടെ കണ്ടെത്തലുകളിലേക്ക് നയിക്കുന്നു. ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഉപയോഗിച്ച് ഒരു ബ്ലാക്ക് ഹോളിനെയും അതിൻ്റെ മറ്റേ അറ്റത്തുള്ള ഒരു വൈറ്റ് ഹോളിനെയും ബന്ധിപ്പിക്കുന്നതായിരുന്നു അത്. അങ്ങനെ 1935 ഒരു നോൺ ട്രാവേഴ്സിബിൾ ആയിട്ടുള്ള വോം ഹോളുകൾ ഇവർ പ്രൊപ്പോസ് ചെയ്യുകയുമുണ്ടായി. ഈ വോം ഹോളുകൾ അറിയപ്പെടുന്ന പേരാണ് റോസ് ഐൻസ്റ്റൈൻ ബ്രിഡ്ജ് എന്ന പേരിലും. പ്രപഞ്ചത്തിൻ്റെ 2 വ്യത്യസ്ത യൂണിവേഴ്സുകളെ അല്ലെങ്കിൽ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന എക്സോട്ടിക് മാറ്ററിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് സഞ്ചരിക്കുവാൻ സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന വോം ഹോളുകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് ഒരു നോൺ ട്രാവേഴ്സിബിൾ ആയിട്ടുള്ള വോം ഹോളുകൾ. ഇവയിലൂടെ ഒരു എക്സോട്ടിക് മാറ്ററിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് സഞ്ചരിക്കുക എന്നത് തീർത്തും അസാധ്യമായ കാര്യങ്ങളിൽ ഒന്നുമാണ്. പക്ഷെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും ഹബിളും ജെയിംസ് വെബും ഇവൻ ഹൊറൈസൺ ടെലിസ്കോപ്പുമൊക്കെ ബ്ലാക്ക് ഹോളുകളുടെ ചിത്രങ്ങൾ പകർത്തിയിട്ടുണ്ട് എങ്കിലും വൈറ്റ് ഹോളുകളെ കണ്ടെത്തുവാനായി ഇതുവരെ നമുക്കൊട്ട് സാധിച്ചിട്ടുമില്ല. പക്ഷെ അങ്ങനെയാണെങ്കിലും
നിലവിലെ നമ്മുടെ സ്പേസ് മോഡലുകൾ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ സാധിക്കാത്തതിലും അപ്പുറമുള്ള കോസ്മിക് മിസ്റ്ററി എനർജി ബേസ്റ്റുകളെല്ലാം തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യാറുമുണ്ട്. ചില ഉത്തരം നൽകുവാൻ സാധിക്കാത്ത ഇൻറ്റൻസ് ഗാമാ റേ ബേസ്റ്റുകളും തീർത്തും അൺയൂഷ്വൽ ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ വേവുകളും എല്ലാം തന്നെ ഇതിനുള്ള സൂചനകൾ നൽകുന്നു. മാത്രവുമല്ല, നമ്മുടെ യൂണിവേഴ്സിൽ ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ട് എങ്കിൽ അതിൻ്റെ വൈറ്റ് ഹോൾ കാണപ്പെടുക ഒരു പക്ഷേ മറ്റൊരു യൂണിവേഴ്സിൽ ആകാനുള്ള സാധ്യതകളും വളരെ ഏറെയാണ്. അങ്ങനെയെങ്കിൽ അവയെ ഒബ്സർവ് ചെയ്യുക എന്നത് തീർത്തും സാധ്യമായിട്ടുള്ള കാര്യവുമല്ല. അപ്പോൾ വൈറ്റ് ഹോളുകളെക്കുറിച്ചുള്ള ഈ കൊച്ചു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപായി നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാനായി സാധിക്കുകയുള്ളൂ. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണമെന്നും പറ്റുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.